നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരിക്കല് ഒറീസയിലുണ്ടായ ട്രെയിൻ അപകടം, 2 ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഒന്ന് കൽക്കട്ടയിൽ പോകുന്ന, കൽക്കട്ടയിൽ നിന്ന് വരുന്നത്. അതിനകത്ത് കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനോടെ വരുന്നു, പല ബോഡികളും അവർ ബോഡികളൊന്നും കൊണ്ടുപോയില്ല, അവിടെ തന്നെ അതങ്ങ് ക്രിമേഷനൊക്കെ അങ്ങ് നടത്തി. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ ആധാർ കാർഡ് കിട്ടുന്നത്? ആധാർ കാർഡ് വേണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയ, അങ്ങനെ ആ ആധാർ കാർഡ് ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് ഉണ്ടാക്കുന്നു, ആ കാർഡ് ഉണ്ടാക്കുന്നു, പിന്നീട് അവർക്ക് വോട്ടേഴ്സ് കാർഡ് ഉണ്ടാക്കുന്നു. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇന്ത്യയുടെ വെൽഫെയർ, ഗവൺമെന്റിന്റെ പല സ്കീമുകൾ, സ്റ്റേറ്റിന്റെ സെൻട്രലിന്റെ ഒക്കെ വെൽഫെയർ കിട്ടുന്നത്? ഈ പല ആൾക്കാർ എങ്ങനെയാണ് ഇല്ലീഗലായിട്ട് ബാക്ക് ഡോറിൽ കൂടെ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നത്? അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാറി നിൽക്കുകയൊന്നും വേണ്ട. ഞാൻ തന്നെ ഡൽഹിയുടെ കാര്യം പറയാം. ഇവിടെ ഫരീദാബാദിലും നോയിഡയിലുള്ള പല ഫാക്ടറികളിലും ഒരു സാധാരണ ഇന്ത്യക്കാരൻ ജോലി ചെയ്യുമ്പോൾ അവന് 600, 700 അല്ലെങ്കിൽ 800, 1000 രൂപ കൊടുക്കണം. ഇല്ലീഗലായിട്ട് വരുന്ന ബംഗ്ലാദേശികൾ, ഞാൻ പറഞ്ഞത് നമ്മുടെ ബംഗാളികളുടെ കാര്യമല്ല, അവന് 300, 400 കൊടുക്കുന്ന ഒരു വീടെടുക്കുന്നു, ഒരു ചെറിയ വീടെടുക്കുന്നു. അവിടെ ഈ പറയുന്ന പോലെ സെല്ല് പോലെ 10, 15, 20 പേര് താമസിക്കുന്നു. ചിലപ്പോൾ കുടുംബവും കാണും അതിൻ്റെ അകത്ത്. അതായത് ഇന്ത്യ മുഴുവനും ഡിസ്മാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ ഏകദേശം 2 കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. പുതിയ കണക്കുകൾ അനുസരിച്ച് ഇതിൽ 60-70 ലക്ഷം പേര് ഇന്ത്യൻ വോട്ടേഴ്സായി. എങ്ങനെ വോട്ടേഴ്സായി? ഇതൊന്നും ഉത്തരം കൊടുക്കുന്നില്ല പല സ്റ്റേറ്റുകൾ, ഇൻക്ലൂഡിങ് തമിഴ്നാട് ഉത്തരം കൊടുക്കുന്നില്ല. കാരണം DMKയുടെ വോട്ട് ബാങ്കാ. ഈ പശ്ചിമ ബംഗാളില് ഈ ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്ന ബംഗ്ലാദേശി മുസ്ലിംസുകൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പേര് വരെ, ഹിന്ദു പേരുകൾ വരെ ആക്കിയിട്ടുണ്ട്. എത്രയോ പേര് മുഷീറാബാദിൽ. കാരണം ഹിന്ദു പേരാണെങ്കിൽ സംശയം ഉണ്ടാവത്തില്ല. കാരണം CAA പ്രക്ഷോഭണ കാലത്ത് ഞാൻ ഈ ബംഗാളിൽ പോയ സമയത്ത് കണ്ടൊരു സംഭവമുണ്ട്. ഈ കൂടുതൽ ബംഗ്ലാദേശികൾ വന്ന് ഇല്ലീഗൽ ഇമിഗ്രൻ്റ് അവരൊന്നും താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ പാളങ്ങൾ പൊക്കി അങ്ങ് എടുത്തു, എല്ലാവരും കൂടെ ചേർന്ന്. ഏതെങ്കിലും ഇന്ത്യക്കാരന് ചിന്തിക്കാൻ പറ്റും അതുപോലെ? കാരണം അത് അവൻ്റെ രാജ്യമല്ല.